مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ വജഅല ഖൽബഹു സലീമൻ വലിസാൻ صادقا ونفسه مطمئنة وخليقته مستقيما وجعل أذنه مستمعة وعينه ناظرا إلى آخر الحديث شفيعنا رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبتاهي والحبيب الأعرابي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبتاحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبتاحي والحبيب العربي واعلموا يا أمة محمد അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ ഭാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കച്ചവടങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും ഇടപാടുകളിലെല്ലാം നീ ഖൈറും ബറക്കത്തും നിഅമത്തും ചൊരിയണ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബാങ്ക് വളരെ നേരത്തെ ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചു വരാൻ ഇത്തിരി സമയമെടുക്കും. എന്തായാലും അൽഹംദുലില്ലാഹ് വന്നവര് കയറി സഫ് പൂർത്തിയാക്കിയിരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പരദയിലെ മുഹമ്മദ്
മകൻ മുനീർ കാസർഗോഡ് അല്ലെ മരണപ്പെട്ട നമ്മുടെ സലാത്തിലിരുന്നപ്പോ ഫോൺ വന്ന് ഈ നാട്ടുകാരനായ സഹോദരന്റെ മകനാണ്, 52 വയസ്സ്. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം കൊടുക്കട്ടെ, അവിടെ എല്ലാം പാപങ്ങൾ അള്ളാഹു പുറക്കട്ടെ. ഇൻഷാ അല്ലാഹ് ജമാഅസ്കാരം കഴിഞ്ഞ് നമുക്ക് അവർക്ക് മയ്യത്ത് നിസ്കരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു തആല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ബഹുമാനിക്കണമെന്നും അതുപോലെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഈമാനിന്റെ ഭാഗമാണെന്നും പല ആവർത്തി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അൽ ഈമാനു തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്കീറു മാ ഹഖറഹുല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെല്ലാം ബഹുമാനിക്കലാണ്. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവകളെ മുഴുവനും ബഹുമാനിക്കാൻ. ഈമാനു തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്കീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു നിന്ദിച്ചതിനെയൊക്കെ അങ്ങോട്ട് നിസാരമാക്കാം, അല്ലാഹു നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അങ്ങോട്ട് ഒഴിവാക്കാം. ഇത് ഈമാനിന്റെ മറ്റൊരു വശമാണ്. ഈമാനിന്റെ ഏറ്റവും താഴെ ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ചെറുതും താഴ്ന്നതുമാണ് ഇമാതത്തുൽ അദാ അനി ത്വരീഖി. വഴിയിലൂടെ പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നത് കണ്ടു, ബിസ്മിയും ചൊല്ലി ആ കല്ലെടുത്ത് മാറ്റിയാൽ അത് നിന്റെ ഈമാനിന്റെ ഭാഗമാണ്. നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് പള്ളിയിലേക്ക് വരുമ്പോ റോഡ്, ഇവിടുത്തെ വെണ്ടുവഴിയിലെ റോഡ് എന്ന് പറഞ്ഞ പണ്ട് ഇവിടെ ആരാണ്ട് പറഞ്ഞ പോലെ വെണ്ടു വഴിന്നല്ലേ കൊണ്ടുകുഴിന്നാക്കണമെന്ന് പറഞ്ഞ പോലെ ഈ റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോ കല്ലൊക്കെ കാണും. റോട്ടിലെങ്ങാനും കല്ല് കിടക്കണുണ്ട്, അത് മാറ്റി അങ്ങോട്ട് ഇട്ടേക്കണം. ബിസ്മീൻ ചൊല്ലി ആ സാധനം അങ്ങോട്ട് മാറ്റിയിട്ടാൽ അത് അവന്റെ ഈമാനിന്റെ അടയാളമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈമാനിന്റെ ഖദർ കൂടുന്നതനുസരിച്ച് മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ അവകളെ തരണം ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. ചില ആൾക്കാരുണ്ടാവും, അവർക്ക് നിസ്സാര ശമ്പളമുള്ളൂ, എന്നാൽ അവൻ ജീവിക്കുന്നത് നല്ല ഇസ്സത്തിലാണ്, നല്ല അഭിമാനത്തിലാണ്. നല്ല വസ്ത്രം ധരിച്ച് ഒരു ഇല്ലായ്മയും പുറത്തു കാണിക്കാതെ ഇസ്സത്തോടെ ജീവിക്കുക എന്നത് അള്ളാഹു അവന് കൊടുത്ത ഈമാനിന്റെ ഭാഗമാണ്. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കീറിപ്പറഞ്ഞ് എന്തോരം സമ്പത്തുണ്ടെങ്കിലും അവൻ ആ പഴയത് തന്നെയാണ്, അവൻ ആ പഴയ ഡ്രസ്സ് തന്നെ ഇടുള്ള. ആൾക്കാർ നോക്കുമ്പോ ഇത് ഇത്രയും മുതലുള്ള ആളാണോ ഈ നിക്കണേ എന്ന് തോന്നിപ്പോകും. ഒരിക്കലും പാടില്ല. അള്ളാഹു നമുക്ക് തന്ന ഇസ്സത്തുണ്ടല്ലോ, എല്ലാവർക്കും അള്ളാഹു തആല അത് കൊടുക്കൂല. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു എനിക്ക് തന്നാലെങ്കിൽ, നിങ്ങൾക്ക് തന്നാലെങ്കിൽ, നമുക്ക് തന്ന ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ കുടുംബം, ഇത് അള്ളാഹു തആല നമുക്ക് ഇസ്സത്താക്കി തന്നതാണ്. നമ്മുടെ വാഹനമുണ്ടല്ലോ, നമ്മുടെ വീടുണ്ടല്ലോ, നമ്മുടെ സ്ഥലങ്ങൾ, നമുക്ക് വരുമാനമായി അള്ളാഹു തന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, ഹാദാ മിൻ ഫളി റബ്ബി ഖാല റസൂലുള്ളാഹി. നബിതങ്ങൾക്ക് എന്തോരം സ്വർണം കിട്ടിയാലും നബിതങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിസ്കരിക്കാൻ വന്ന് കൈ കെട്ടുമ്പോ നബിയുടെ ഉള്ളിൽ ആ ചിന്തയാണ്. സ്വർണത്തിന് 90,000 കടന്നു. ഇന്നത്തെ പ്രധാന വാർത്ത, സ്ത്രീ സഹോദര, സ്ത്രീ സമൂഹമേ, ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ കൈകാലുകളിൽ കിടക്കുന്ന ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ജ്വല്ലറിയായി നിങ്ങൾ പുറത്തു പോകരുതേ. ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു ജ്വല്ലറി ആയിട്ട് ഒരു പെണ്ണുങ്ങൾ വന്നു.
കഴുത്തിലൊരു 10 മാല, കയ്യില് കല്യാണം കഴിഞ്ഞ 50 വർഷമായി. അന്ന് സ്ത്രീധനം കിട്ടിയ വളയും മാലയും കളഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ഒരു 5-6 മാലയും 2-3 വളയും കുറെ തടവളയും ഒക്കെ കൂടിയിട്ട് നല്ല സഞ്ചരിക്കുന്ന ജ്വല്ലറി ആയിട്ട് ഇങ്ങനെ കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങളോടായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു സെപ്പറേറ്റ് ന്യൂസാണ്. പെണ്ണുങ്ങൾ ആഭരണം ധരിച്ചുകൊണ്ട് പുറത്തു പോകൽ ശ്രദ്ധിക്കണം. കള്ളന്മാർ കണ്ണുറാഞ്ചിയിട്ടുണ്ട്, വല വീശിയിട്ടുണ്ട്. സ്വർണത്തിന് പകരം വളവൽ ചുരിയെടുക്കുമ്പോ വള കിട്ടിയില്ലെങ്കിൽ കൈപ്പത്തി മുറിച്ച് സ്വർണം എടുത്തോണ്ട് പോകും. കാതിലാണെങ്കിൽ ചെവി മുറിച്ച് സ്വർണം എടുത്തോണ്ട് പോകും. കാലിലാണെങ്കിലോ പാദസ്വരം എടുക്കുമ്പോ കാലങ്ങോട്ട് മുറിച്ചിട്ടിട്ട് എടുത്തോണ്ട് പോകും. വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ ജനൽവാതിലുകൾ തുറന്നിട്ട് കൊണ്ട് കിടക്കരുതേ. കിടന്നുറങ്ങുന്ന സമയത്ത് മോഷ്ടിക്കാൻ വരുന്നവൻ അവന്റെ കണ്ണിൽ സ്വർണം പെട്ടാൽ അവൻ കാതെപ്പാടെ കാലി കിടക്കുന്ന കാല് മുറിച്ചിട്ടാണെങ്കിലും സ്വർണം എടുത്തോണ്ട് പോകുമെന്നാണ്. നബി തങ്ങൾക്ക് എവിടെ നിന്ന് സ്വർണം കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. പക്ഷെ നിസ്കരിക്കാൻ കൈ കിട്ടുമ്പോ ഈ സാധനത്തിന്റെ ഓർമ്മ വരും. നേരെ കൈയഴിച്ച് വീട്ടിൽ ചെന്ന് ആ സ്വർണം ആർക്കെങ്കിലൊക്കെ ഒന്ന് വീതിച്ചു കൊടുത്ത് അത് സ്വതക്ക ചെയ്ത് ദാനം ചെയ്ത് വീണ്ടും വന്ന് കൈ കെട്ടിയാൽ ഒരു റാഹത്ത്. അവസാന നിമിഷത്തിൽ ഈ ഉമ്മത്തിന്റെ അവസാനം എന്നത്, നശീകരണം എന്നത് ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തും നശിച്ചു പോയിട്ടുള്ളതാണ്. ലോകത്തിനോളം ഏതെങ്കിലും ഉമ്മത്ത് ശേഷിക്കുന്നുണ്ടോ? ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തിയങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു. അവരെല്ലാം കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് ജീവിക്കുകയും പിന്നീട് ഇവിടെ തലമുറ മാറ്റം പോലെ ഓരോ സമൂഹങ്ങളും ഇവിടെ നശിച്ചു പോയതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്താണ് കുല്ലു ഉമ്മത്തി, എല്ലാ ഉമ്മത്തുകളും ഉണ്ടല്ലോ അവര് നശിക്കുന്നതാണ്. ഈ ഉമ്മത്തിന്റെ നാശമെന്നത് അൽമാലു ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന്റെ നാശം സമ്പത്ത് കൊണ്ടാണ്. സമ്പത്തിന് വേണ്ടി ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ല. സ്വർണത്തിന്റെയാണ്. അതുപോലെ തന്നെ സമ്പത്തിന് വേണ്ടി മനുഷ്യൻ സ്ഥലം അളന്നപ്പോൾ 1 ഇഞ്ച് കൂടിപ്പോയി, മതില് കെട്ടിയപ്പോ 1 ഇഞ്ച് ഇറങ്ങിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടിയാണ് കൊലപാതകങ്ങളിലെത്തിയത്. നമ്മളെ ഒന്നും കൊണ്ടുപോവില്ല. വെറും കയ്യോടെയാണ് ഭൂമിയിലേക്ക് വന്നത്. ഇവിടുന്ന് പോകുന്നതും വെറും കയ്യോടെയാണ്. ആ കൈ രണ്ടും ഒന്നുമില്ലാത്ത വിധം നെഞ്ചത്ത് വെച്ച് കെട്ടിയിട്ടാണ് അവൻ പോകുന്നത്. പിന്നെ ഈ ദുനിയാവിൽ 60 70 വയസ്സ് വരെ ജീവിച്ചപ്പോൾ നിനക്ക് കിട്ടിയ ഈ സമ്പാദ്യത്തിന്റെ പേരിലാണോ നിന്റെ സഹോദരനെ കണ്ടാൽ നീ മിണ്ടാത്തത്? നിന്റെ സഹോദരിയെ കണ്ടാൽ നീ മിണ്ടാത്തത്? പൊന്നുമോനെ, നിന്റെ സമ്പത്ത് മുഴുവനും മരീചികയാണ്. അത് കണ്ണടച്ചാൽ തുറക്കുന്ന നേരം കൊണ്ട് നിനക്ക് തരാൻ കഴിവുള്ള അള്ളാഹു ഉണ്ടല്ലോ. കണ്ണടച്ച് തുറക്കാൻ കഴിവുള്ള സമയം കൊണ്ട് അതില്ലാതാക്കുന്നവനും അവനാണ് നബി മുഹമ്മദ് മുസ്തഫ. സമ്പത്താണോ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ തടസ്സമാകുന്നത്? വെള്ളത്തിലെ കൊമള പോലെയുള്ളൂ നിന്റെ സമ്പത്ത്. കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് നിനക്ക് തരാനും കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് അത് ഇല്ലാണ്ടാക്കാനും കഴിവുള്ള ഒരു യജമാനനായ റബ്ബ് എന്റെയും നിങ്ങളുടെയും മുകളിലിരിക്കുന്നുണ്ട്. എത്ര ഭക്ഷണ പൊതികൾ തടഞ്ഞാലും ഫലസ്തീനിലേക്ക് വരുന്ന ഫ്ലോട്ടില്ലകൾ എത്ര രാജ്യത്തിന്റെ ഫ്ലോട്ടില്ലകളാണ്. ധിക്കാരികളായ ജൂതന്മാരായ സയനിസ്റ്റുകളായ ധിക്കാരികൾ തടയുന്നത്. അതൊന്നും വകവയ്ക്കാതെ എത്ര ഫ്ലോട്ടില്ലകളാണ് പിഞ്ചോമലകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലൂടെ അതിന്റെ സമുദ്രാതിർത്തിയിലേക്ക് കുതിച്ചു പോകും. ഞാനും നിങ്ങളും കൂടെ ഈ ലോകത്തൊരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചാൽ, ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഞാനും നമ്മളെല്ലാരും കൂടി കൊല്ലാൻ തീരുമാനിച്ചാൽ
അല്ലാഹു തആല ആ മനുഷ്യൻ മരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് മരിക്കില്ല എന്ന് അല്ലാഹു തീരുമാനിച്ച ഒരാളെ ഞാനും നിങ്ങളുമല്ല മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള മുഴുവൻ ആളുകളും കൊല്ലാൻ ഉദ്ദേശിച്ചാലും അയാൾ മരിക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. ഒരാളെ കൊല്ലൂല എന്ന് അല്ലാഹു തആല തീരുമാനിച്ച് എഴുതി വച്ചിരിക്കുന്ന കാര്യം അയാളെ കൊല്ലാൻ വേണ്ടി സർവ്വവിധ സൈനിക സംവിധാനങ്ങളും ഫെസിലിറ്റികളും ഉപയോഗിച്ച് ഈ ലോകത്ത് ഏതെല്ലാം മനുഷ്യന്മാര് കൊല്ലാൻ നോക്കിയാലും അയാളെ കൊല്ലൽ നടക്കൂല. കാരണം അല്ലാഹു അവന്റെ ഇസ്സത്തും അവന്റെ ആയുസ്സും അവന്റെ ആരോഗ്യവും അവനെ പടയ്ക്കുന്നതിന് 40 വർഷം മുമ്പേ ഉമ്മയുടെ ഗർഭാശയത്തിലെത്തുന്നതിനും 40 വർഷം മുന്നേ നിന്റെ റിസ്ക് നിശ്ചയിച്ചവൻ ഈ ലോകത്തിന്റെ ജഗനിയന്താവായ അല്ലാഹു ആണ്. ആ അല്ലാഹുവിന്റെ അടിയുറച്ചുള്ള വിശ്വാസവും ഈമാനും ഫലസ്തീനിന്റെ മക്കൾക്കുള്ളിടത്തോളം കാലം ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്നും മറന്നുപോയ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും എഴുതി വെച്ചോ, ഫലസ്തീനിന്റെ മക്കളെ തോൽപ്പിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ രണ്ടാമത്തെ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ലേ നമ്മുടെ മസ്ജിദുൽ അഖ്സ. ഒരിക്കലും തകർക്കൽ നടക്കില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ അളവ് എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ്. ഈമാനികമായി ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പാതിരാ സമയത്ത് ഞാൻ കൈ ഉയർത്തി ദുആ ചെയ്താൽ എന്റെ റബ്ബ് ആ ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ആ ദുആ ചെയ്താൽ ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ എന്നല്ല എന്റെ ഒരു രോമത്തെ പോലും തൊടാൻ കഴിയൂല. ശഫീഉനാ റസൂലുള്ളാഹി. ശത്രുക്കൾ എത്ര ഉണ്ടെങ്കിലും 313 വരുന്ന ജാലൂത്തിന്റെ സൈന്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന ചരിത്രമുണ്ട്. താലൂത്തിന്റെ 85,000 വരുന്ന സൈന്യത്തോട് വെറും 313 പേരാണ് യുദ്ധം ചെയ്തത്. സൂറത്തുൽ ബഖറ അൽ ബഖറയിലൂടെ പറയുന്ന ഒരു യുദ്ധത്തിന്റെ 80,000 സൈന്യത്തെയാണ്, ജാലൂത്തിന്റെ 80,000 വരുന്ന സൈന്യത്തെയാണ് 313 എന്ന് പറയുന്ന താലൂത്തിന്റെ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ദാവൂദ് നബി അയച്ചതാണ്. നിഷ്പ്രയാസമാക്കി കൊന്നുകളഞ്ഞു. ഖുർആൻ പറയുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് വലിയ സംഘങ്ങളെ ചെറിയ ചെറിയ സംഘങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഫലസ്തീനിൽ അങ്ങനെയല്ല. 2 വർഷമായി പാവങ്ങളെ കൊന്നുകളയുന്നു. 2 വർഷമായി അവിടുത്തെ നിരപരാധികളെ കൊല്ലുന്നു. 2 വർഷമായി അവിടുത്തെ പട്ടിണി പാവങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഇന്നോളം അവരെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ജയിച്ചു എന്ന് ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്തുകൊണ്ടാ 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഈ ഫലസ്തീനിന്റെ ഖുദ്സിന്റെ ഗസ്സയുടെ മക്കളെ തോൽപ്പിച്ചു, ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വെന്നിക്കൊടി നാട്ടാൻ എന്തുകൊണ്ടാണ് ജൂതന്മാരായ സൈനിസ്റ്റുകൾക്ക് കഴിയാത്തത്? ഒരിക്കലും അതിന് കഴിയില്ല. അതിന് തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഒരിക്കലും അവർക്കതിന് കഴിയില്ല. ജൂതന്മാരായ കള്ളപ്പരിശകളെ വിജയിപ്പിക്കുകയില്ല. ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവര് കള്ളന്മാരാണ്, ചതിയന്മാരാണ്. ബനു ഖുറൈള, ബനു നളീർ, ബനു കൈനുക എന്ന് പറയുന്ന 3 ജൂത കുടുംബങ്ങൾ ഉണ്ടായി മദീനത്ത്. നബി തങ്ങൾ മദീനത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കരമായ ആക്രമണം. മുസ്ലിങ്ങളുടെ വളർച്ച കണ്ട് നബി തങ്ങളോട് അസൂയയുണ്ടായിരുന്ന 3 ജൂത കുടുംബങ്ങളാണ് ബനു കൈനുക, ബനു ഖുറൈള, ബനു നളീർ. നബി ചെയ്ത കരാറുടെ ഹുദൈബിയ കരാറ് അത് ലംഘിക്കാനുള്ള മെയിൻ കാരണം ഈ ജൂതന്മാരായ സൈനിസ്റ്റുകളാണ്.
ജൂതന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിനുമായി കരാറിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അവര് രംഗപ്രവേശനം ചെയ്തത് ലോകത്തിന് മുന്നിൽ കരാർ ലംഘിക്കുന്നവർ ഹമാസാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഹമാസ് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഉടമ്പടി അത് പരസ്യമാക്കുക. അവസാനം എല്ലാ രാജ്യങ്ങളും 130ഓളം രാജ്യങ്ങൾ പറഞ്ഞു പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇവര് ഇളഭ്യരായി നാണം കെട്ടു. അല്ലാഹു തആല അവരെ നാണം കെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അവർ അല്ലാഹു തആല ഇസ്സത്തിലാക്കുന്നതല്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ ജൂതന്മാരായിരുന്നു. അവരോട് യൂസുഫ് നബിക്ക് വളരെ ദേഷ്യം. നമ്മൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ദേഷ്യം കാണും. കാരണം കിണറ്റി കൊണ്ടുപോയി ഉന്തിയിട്ടു, തള്ളിവിട്ടു. ഉപ്പയോട് പറഞ്ഞു, എന്താണ്, യൂസുഫിനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സൗന്ദര്യത്തിന്റെ നിറകുടമായി ഭൂമിയിലേക്ക് പടച്ച പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ്. കണ്ടിരുന്നാലും യൂസുഫിൻ കണ്ടു മയങ്ങും സുബ്ഹാനല്ലാഹ്. കണ്ടവരെല്ലാം സ്തുതി പാടും അവനിൻസാനല്ല. സുന്ദരിയാം ബീവി സുലൈഖ മിസ്ർ ഭരിക്കും ഉപരാജന്റെ സുന്ദരമാം കൊട്ടാരത്തിൽ സുഹിച്ച് വസിച്ചിടുന്നാൾ. ഓർത്തിടുകിൽ അവളുടെ ഭർത്താവെന്ന നാട്ടിലെ രാജാവാണ്. അധികാരം പ്രജകളിലേന്തും നേതാവാണല്ലോ. യൂസുഫ് നബിയെ കിണറ്റിലെറിഞ്ഞു. വഴിയിലൂടെ വന്ന യാത്ര സൈന്യം അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ കൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിലെത്തി. അങ്ങനെ കൊട്ടാരത്തിൽ രാജാവ് കണ്ട ആ സ്വപ്നത്തിന് ലോകത്താർക്കും വ്യാഖ്യാനം പറയാൻ പറ്റാതെ ജയിലിൽ കിടക്കുന്ന യൂസുഫ് വ്യാഖ്യാനം പറഞ്ഞു. പിന്നീട് മിസ്റിലെ വസന്തം എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ രാജാവായി മാറിയപ്പോൾ ഖുർആൻ പറയുന്നു, ഖാലൂ തല്ലാഹി ലഖദ ആസറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതീൻ. അന്നേരം അവർ പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, അല്ലാഹു നിന്നെ ഞങ്ങളെക്കാൾ അധികാരവും മറ്റും നൽകി ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് തെറ്റുപറ്റി. കൊട്ടാരത്തിലെ രാജാവായി ഇങ്ങനെ സഹോദരങ്ങൾക്ക് എന്താണ് എല്ലാവർക്കും ഇങ്ങനെ കൊട്ടാരത്തിൽ അരി കൊടുത്തിട്ടുകൊണ്ടിരുന്ന സമയത്ത് യൂസുഫ് നബിക്ക് മനസ്സിലായി, കടന്നു വരുന്നത് എന്റെ സഹോദരങ്ങളാണ്. പണ്ട് എന്നെ കിണറ്റിലെറിഞ്ഞ എന്റെ ഇക്കാക്കമാരും എന്റെ അനിയന്മാരൊക്കെയാ വന്നത്. അതുകൊണ്ടൊരു ചെറിയ പണി ഒപ്പിക്കാം. ഇവരെ ഇങ്ങോട്ടൊന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു സഹോദരന്റെ സഞ്ചിയിൽ അവിടുത്തെ വിളമ്പിക്കൊണ്ടിരുന്ന പാത്രം, അളക്കുപാത്രം കൊണ്ടുപോയിട്ടു. എന്നിട്ട് പറഞ്ഞു, കൊട്ടാരത്തിലെ പാത്രം കാണുന്നില്ല, എല്ലാവരെയും സഞ്ചി ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, ആരുടെയും കവറിലില്ല. യൂസുഫ് നബിയുടെ സഹോദരന്റെ സഞ്ചിയിൽ നിന്ന് കിട്ടിയപ്പോ യൂസുഫ് നബി അവരെ ഒന്ന് പ്രത്യേകമാക്കാൻ വേണ്ടി അത്രയും പേരെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് മനസ്സിലായി. എന്താ അവർ പറഞ്ഞതെന്നറിയുമോ? ഇന്ന വൈൻ കുന്നാല ഖാലൂ തല്ലാഹി ലഖദ ആസറക ഫല്ലലല്ലാഹു അലൈനാ. അല്ലാഹു തആല നിങ്ങളെ, യൂസുഫിന് എന്താണ് രാജാധികാരവും അധികാരവും പദവിയും എല്ലാം നൽകി അനുഗ്രഹിക്കുകയും അലങ്കരിക്കുകയും ചെയ്തപ്പോ യൂസുഫ് നബിക്ക് വേണമെങ്കിൽ തന്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷേ ഖുർആൻ പറയുന്നു, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ.
ഇന്ന് നിങ്ങൾക്ക് മേൽ യാതൊരു പ്രതികാര നടപടിയും ഞാൻ എടുക്കുന്നില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കാരുണ്യവാനാണ്. ഞാൻ പറയാൻ കാരണം ഇവർ മൂസാന്റെ യൂസഫ് നബിയുടെ പിന്തലമുറക്കാരാണ്. ബഗ്ദാദിന്റെ ഫലസ്തീനിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് യൂസഫാണ്. മഹാനായ യൂനസ് നബിയെ പോലെയുള്ള, ഇബ്രാഹിം നബിയെ പോലെയുള്ള പ്രവാചകന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഫലസ്തീൻ. വെറുതെയുള്ള മണ്ണല്ല. ഒരു പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഇന്നമാ ഹർറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ഭൗതിക ശരീരം ഒരു ചിതൽ തിന്നുകയോ ദ്രവിക്കുകയോ നശിക്കുകയോ ചെയ്യാതെ ഖിയാമത്ത് നാൾ വരെ ആ മണ്ണിൽ ജീവനോടെ എങ്ങനെയാണോ അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഫലസ്തീനിന്റെ മണ്ണിന്റെ അടിയിൽ 6ഓളം പ്രവാചകന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് നബി മുഹമ്മദ് മുസ്തഫ. ആ ഈമാൻ അവരുടെ ഉള്ളിൽ കിടക്കെ ഖുർആനിലെ പരാമർശവുമുണ്ട്. ബാറക്നാ ഹൗലഹു, ഈ ഫലസ്തീനിന്റെ ചുറ്റും ഞാൻ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബറക്കത്തുള്ള ഈ പ്രദേശത്തെ പോരാടുവാനും പരാജയപ്പെടുത്തുവാനും യുദ്ധം ചെയ്യുവാനും ആക്രമിക്കാനും ആരെല്ലാം മുതിർന്നാലും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്നത് അത് സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ഖുർആൻ എല്ലാവരും വെല്ലുവിളിച്ചല്ലോ. ഖുർആൻ ഇന്നോളം ഈ ലോകത്ത് മുഴുവനുള്ള ഖുർആനിന്റെ ആദ്യത്തെ പേജ് വലിച്ചു കീറിയ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ ഭൂചലനം കൊണ്ട് അല്ലാഹു തആല എല്ലാ ദിവസവും ഭൂമി കുലുങ്ങുന്ന ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് ജപ്പാനാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഖുർആൻ മനസ്സിലാക്കിയാണ് മനുഷ്യന്മാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കി പരസ്യമായി അതിന്റെ പേജ് വലിച്ചു കീറിയ ഒന്നാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലാണ് അമേരിക്ക പോയി രാസായുധം പ്രയോഗിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് പോയി പതിച്ചതിന്റെ പേരിൽ ഇന്നും അവിടെ ജനിക്കുന്ന കുട്ടികളിൽ അംഗവൈകല്യമുള്ള, തലവീർത്തുപോയ, വയറ് വീർത്തിരിക്കുന്ന, മുടന്തുള്ള, കൈകാലുകൾക്ക് ചലനശേഷിയില്ലാത്ത ഇങ്ങനെയുള്ള അംഗവൈകല്യങ്ങളുള്ള കുട്ടികളാണ് ഈ ജപ്പാനിന്റെ ഒരു നാഗസാക്കിയിലോ അതുപോലെ ഹിരോഷിമയിലോ ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഇസ്ലാമിനെ കളിയാക്കാൻ പാടില്ല. ഇസ്ലാമിനെന്നല്ല ഒരൊറ്റ മതത്തെയും കളിയാക്കല്ലേ. ഇസ്ലാമിനെ പരിഹസിച്ചാൽ അതിന് പ്രതികാര നടപടി ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിനെ ഒരാൾക്കും ഈ ഇരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഹറക്കത്ത് പോലും ഇന്നോളം ഇത്രമാത്രം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ടെക്നോളജിയും എല്ലാ ഫെസിലിറ്റി ഉപയോഗിച്ച് ഒരു ഹറക്കത്ത് അതിന്റെ അകത്ത് മാറ്റാൻ പറ്റില്ല. മക്ക മുശ്രിക്കുകളുടെ ഇടയിൽ അറബിയിൽ നിമിഷ കവികളായിരുന്ന മക്ക മുശ്രിക്കുകളുടെ ഇടയിലേക്ക് ഖുർആൻ 23 വർഷം കൊണ്ട് ഇറക്കി ചെന്നപ്പോ അവരൊക്കെ വിചാരിച്ചു ഇത് മുഹമ്മദ് ഉണ്ടാക്കിയതാ. ഒരിക്കലും മുഹമ്മദ് ഉണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ ദൈവിക വചനങ്ങളാണ്, ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ്, അള്ളാന്റെ റസൂലിന്റെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനമാണ്. ആ മുസഹഫിനെ തൊടാൻ ഇന്നോളം ഒരൊറ്റ രാജ്യത്തിനോ ഒരൊറ്റ ജൂതനോ ഒരൊറ്റ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ സാധ്യമല്ലാത്തതുപോലെ ഇസ്ലാമിനെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കലും ഇസ്ലാമിനെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല.
1,00,000 പേര് നമുക്കെതിരായി നിന്നോട്ടെ, മറുഭാഗത്ത് ഒരാൾ ഒറ്റയ്ക്ക് മതി, അവൻ മുസ്ലിം ആണെങ്കിൽ ആ 1,00,000 പേരും ആ നിന്നോടത്തിൽ നിൽക്കുള്ളൂ, ഒരടി മുന്നോട്ട് കയറൂല. അതാണ് ഈമാൻ. ബദറിന്റെ രണാങ്കളത്തില് ഒട്ടിയ വയറുമായി 313 സഹാബികൾ നല്ല സ്റ്റേണായിട്ട് 1000 പേരുടെ മുന്നിൽ. റമളാനാണ്, 17ന്റെ അന്നാണ്. ആ ബദരീങ്ങൾ അവരുടെ മുന്നിൽ ഈമാനികമായി ഉറച്ചു കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇസ്സത്തോടെ അഭിമാനത്തോടെ നെഞ്ചി വിരിച്ച് നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യമായ ഇന്ത്യ രാജ്യത്ത് ഓരോ മുസൽമാനും വെള്ളിയാഴ്ച അഭിമാനത്തോടെ ഇങ്ങനെ പള്ളികളിൽ വന്നിരിക്കുന്നത്. മുസൽമാന്റെ ഈമാൻ എന്ന് പറഞ്ഞ ഈ ലോകത്തൊരു ശക്തിക്കും ഒരു ന്യൂക്ലിയർ ബോംബിനോ ആറ്റം ബോംബിനോ തകർക്കാൻ പറ്റാത്തതാണ്. 2 വർഷമായി ഫലസ്തീനിന്റെ നിരപരാധികള് 2 ലക്ഷം കുട്ടികളെ കൊന്നുകളഞ്ഞു. 2 ലക്ഷം പിഞ്ചോമന മക്കൾ, നമ്മുടെ മക്കൾ മൊബൈൽ എടുത്തുകൊണ്ട് കുറച്ചു നേരം റീൽസ് കാണുമ്പോൾ ചിന്തിക്കണം, ഫലസ്തീനിന്റെ മക്കൾ അവരിയ്ക്കുന്നത് ബോംബ് വരുന്നുണ്ടോ, ഭക്ഷണമുണ്ടോ, ഉമ്മ എവിടെയാണെന്നല്ല, വീട് എവിടെയാണെന്നല്ല, മൊബൈലിന്റെ ചാർജ് തീർന്നപ്പോ ഇത് കുത്തണമെന്നല്ല, അതിന്റെ ചാർജ് ചെയ്യണമെന്നല്ല. പടച്ചവനെ, ഒരു നേരത്തെ ഭക്ഷണം എവിടെയാണ് കിട്ടുക, ഒരു ഗ്ലാസ് വെള്ളം എവിടെ നിന്നാണ് കിട്ടുക എന്നാണ്. അള്ളാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാം. ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളെ കാര്യം ഓർക്കുക. എത്ര സുഖലോപലുപനായിട്ടാ നമ്മുടെയൊക്കെ എന്റെ നിങ്ങളൊക്കെ മക്കൾ ജീവിക്കുന്നത്. പട്ടിണി പാവങ്ങളായ നിരപരാധികളെ കിടന്നുറങ്ങുമ്പോ വെറുതെ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങാടി തീർത്തതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ ഇന്നോളം ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പാവങ്ങളായ നിരപരാധികളായ കിടന്നുറങ്ങുന്ന, ഒരു യുദ്ധത്തിനുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണോട് കവിള് ചേർത്ത് കിടന്നുറങ്ങുന്ന നിരപരാധികളെ കൊന്നു തിന്നുന്ന ഇസ്രായേല് എന്ന ധിക്കാരിയെ അല്ലാഹു തആല വകവരുത്താതിരിക്കില്ല. ഇത് ഈമാനികമായ ശബ്ദമാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 2500 രൂപ, സ്ഥലത്തിലേക്ക് കാർന്നോന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5000, സ്ഥലത്തിലേക്ക് ഓഫർ കിട്ടിയിരുന്ന 1 സെന്റ് സ്ഥലത്തിന്റെ പൈസ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു 1,50,000 രൂപ ദുആ ചെയ്യാൻ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000, മറ്റൊരു സഹോദരൻ 10,000. കാരിക്കോട് അബ്ദുൽ കരീം എന്നയാളുടെ മകളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകാൻ ജമാഅത്തിന്റെ ലെറ്ററുമായി വന്നിട്ടുണ്ട്. അവര് പുറത്തുണ്ട്, സഹായിക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ കരുതയിൽ മരണപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദിന്റെ മകൻ മുനീർ എന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഹജ്ജിന്റെ ട്രെയിനിയായിരുന്ന ഒരു സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു. പാടൂര് തച്ചറക്കൽ മുഹമ്മദ് എന്നവർ, അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് മയ്യത്ത് നമസ്കരിക്കണം. അതുപോലെ ഒരു ഹജ്ജുമ്മ ആമിന മുഹമ്മദ് ഹജ്ജുമ്മ മൂവാറ്റുപുഴയിലുള്ളതാണ്, അല്ലാഹു അവർക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. പുണ്യമായ ഈ ദിവസത്തിൽ ചെയ്ത സ്വതക്കകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൽമിന്റെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകാര്യയോഗ്യമായ അമലാക്കണേ അല്ലാഹ്.
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നീ പൊറുക്കണേ അല്ലാ, അവരുടെ ദോഷങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ദുനിയാവിൽ അവർ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവർക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ഹദിയകളെ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉപ്പാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ദുനിയാവിൽ ആ ഉപ്പാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന മുഴുവൻ ഹദിയകളും സദഖകളും ദാനധർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് കാരണന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ തന്നു. നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ റബ്ബേ. സമ്പാദ്യത്തിൽ നിന്നും ഒരു സ്വരുക്കൂട്ടിയ മുതലാണ് സ്വീകരിക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ 5000 രൂപ എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാ. കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ ആഫിയത്തിലും ആരോഗ്യത്തിലും ആക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരൊറ്റ മക്കളെയും നീ പാഴാക്കല്ലേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ ഓഫർ നൽകിയതാണ്. 1 സെന്റ് സ്ഥലത്തിന് 1,05,000 രൂപ നൽകിയിരിക്കുന്നു. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കീറിമുറിക്കുന്ന അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മനുഷ്യനെ ഇല്ലാതാക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ അവകളെ തൊട്ടെല്ലാം നീ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. ഒരു സഹോദരൻ 10,000 രൂപ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അവരുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണ റബ്ബേ. അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരെങ്കിൽ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റബ്ബേ. അവരുടെ മരിച്ചുപോയ കുടുംബാളുകൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ 10,000 രൂപ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടിയാണ് മറവ് ചെയ്യാനുള്ള 51 സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ അതിലേക്ക് ഭാഗവത്തായി അവരുടെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം തന്നതാണ്. സ്വീകരിക്കണേ റബ്ബേ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. ഒരാളെയും പാഴാക്കല്ലേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ തന്നു. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. നിന്റെ ദീനി സ്ഥാപനം ഇവിടെ ഖിയാമത്ത് വരെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. വരും തലമുറ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയാണ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെടുമരണങ്ങൾ, ആകസ്മിക മരണങ്ങൾ എല്ലാം തട്ടി നീക്കണേ അല്ലാ. ഈ പൈസ കൊടുത്ത ഒരാളെയും പാഴാക്കല്ലേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിൽ, ജോലിയിൽ, ബിസിനസ്സിൽ എല്ലാത്തിലും നീ ഖൈർ നൽകണേ അല്ലാ. ഈ ഇരുന്ന ആമീൻ പറയുന്ന ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഈ പള്ളിയുടെ ബക്കറ്റ് പിരിവിൽ പൈസ നിക്ഷേപിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ജീവിത വിഭവങ്ങൾ തന്നവരുണ്ട്, സ്വീകരിക്കണേ റഹ്മാനെ. തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, വിനീതന് ഇപ്രാവശ്യം ഹജ്ജിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണേ അല്ലാഹുവേ. അതിന് സഹായിക്കുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അതിനു വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് ഈ മഹൽ നിവാസികൾക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഓരോരുത്തർക്കും ആ പുണ്യഗേഹങ്ങളിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും നടത്താനുള്ള മഹാ സൗഭാഗ്യം നൽകണേ അല്ലാ. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.